സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. പിതാവ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കളുണ്ടായിരിക്കാമെങ്കിലും പിതാക്കന്മാർ അധികമില്ല. സുവിശേഷം വഴി യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് പിതാവായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. പുരോഹിതന് കുടുംബമില്ല, ഭാര്യയില്ല, അവൻ്റേതായ മക്കളുമില്ല. എന്നാൽ അവൻ ഒരുപാട് പേർക്ക് പിതാവാണ്. അച്ഛാ എന്ന് മറ്റുള്ളവർ സ്നേഹപൂർവം അവനെ വിളിക്കുന്നത് തന്നെ അവൻ്റെ പിതൃഭാവത്തിൻ്റെ സ്ഥിരീകരണമാണ്. വിശ്വാസി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവൻ വാസ്തവത്തിൽ ആ സമൂഹത്തിൻ്റെ മുഴുവൻ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനമാണ് വഹിക്കുന്നത്. തൻ്റെ സഹയാത്രികർക്കായി പുരോഹിതൻ പിതാവും മാതാവുമായി സമർപ്പിതനായിരിക്കുന്നു. മാതാപിതാക്കന്മാർ അവരുടെ മക്കളെ വളർത്തി പരിപാലിച്ച് ജീവിത ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുന്നു. അവർ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം പുരോഹിതൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി ചെയ്യുന്നു. അവൻ്റെ കുടുംബം വിശാലമാണ്. തീർച്ചയായും അവൻ്റേത് ഒരു ആത്മീയ പിതൃത്വമാണ്. ഈ ആത്മീയ പിതൃത്വത്തിൻ്റെ പ്രധാന കടമ എന്നത് തൻ്റെ മക്കളെ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ സഹായിക്കുക എന്നതും അവർക്ക് സഹയാത്രിയാകുക എന്നതുമാണ്. ആ യാത്രയിൽ കൂടുതൽ ബലഹീനരായവർക്ക് അവൻ കൂടുതൽ ശ്രദ്ധയും കരുതലും സ്നേഹവും നൽകി പരിപാലിക്കുന്നു. മക്കളെ എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ദൈവത്തിൻ്റെ പിതൃഭാവം പുരോഹിതൻ തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുന്നു. എത്രയോ പേരാണ് അവനെ തങ്ങളുടെ സ്വന്തം പിതാവിനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അവരുടെ ജീവിതയാത്രയിലെ ഓരോ പദചലനവും അവർ അവനുമായി പങ്കുവയ്ക്കുന്നു. അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം അവൻ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ വഴികൾ തിരിച്ചറിയാൻ, നല്ലതെന്തെന്ന് തീരുമാനിക്കാൻ, കൂടെ നടക്കാൻ, കൂട്ടിരിക്കാൻ വാത്സല്യനിധിയായ ഒരു പിതാവിനെ പോലെ അവരോടുകൂടെ അവനുണ്ടാകും എന്നവർക്കറിയാം. ചിലപ്പോൾ അവരിൽ ചിലരെ അവൻ മക്കളെ എന്ന് വിളിക്കാറുണ്ട്. അത് വെറും പൊള്ളവാക്കോ ഭംഗിവാക്കോ അല്ല. അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പിതൃഭാവത്തിൻ്റെ ബഹിർസ്ഫുരണമാണത്. ഇങ്ങനെ അനേകർക്ക് പിതാവാകാൻ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹം ഏറെ സന്തോഷത്തോടെയാണ് പുരോഹിതൻ സ്വീകരിച്ചിരിക്കുന്നത്. ആ ശ്രേഷ്ഠ പദവി നൽകുന്ന എല്ലാ ആനന്ദഭാവങ്ങളും അവൻ ആസ്വദിക്കുന്നു. അതോടൊപ്പം ഈ സ്ഥാനം തന്നിൽ നിന്നാവശ്യപ്പെടുന്ന കടമകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് അവന് നന്നായി അറിയാം. ഏറെ ആദരത്തോടെയാണ് അവൻ തൻ്റെ മക്കളോട് ഇടപെടുന്നത്. അവരുടെ വളർച്ചയിലും യാത്രയിലും അവൻ അവരോട് കൂടെയുണ്ട്. അവർക്ക് തിന്മയാകാവുന്നതോ അവരെ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വേർപെടുത്തുന്നതോ ആയ ഒരു കാര്യവും തന്നിൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ അവൻ അതീവ ജാഗ്രതയുള്ളവനാണ്. നിരന്തരം
അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോടൊത്ത് അവൻ കർത്താവിൻ്റെ വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എന്നെ അനേകർക്ക് പിതാവാകാൻ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദി പറയുക. എത്രയോ വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നോർത്തു നോക്കുക. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മീയ പിതാഭാവം ഞാൻ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഏതാനും സാഹചര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. എൻ്റെ മക്കളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വാത്സല്യനിധിയും വിശ്വസ്തനുമായ ഒരു പിതാവായി എൻ്റെ പൗരോഹിത്യ ദൗത്യം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കൃപ യാചിക്കുക.